പല ആളുകളുടെയും പ്രതികരണങ്ങൾ പരസ്യമായി പ്രതികരിച്ചില്ലെങ്കിലും അങ്ങനെയുള്ള നീക്കങ്ങൾ നടന്നതായിട്ട് അവർ തന്നെ പറയുന്നുണ്ട്, മാധ്യമങ്ങളോടൊക്കെ തന്നെ വ്യക്തമാക്കുന്നുമുണ്ട്. അപ്പോൾ ഇതൊരു ഒളിച്ചുകടത്തൽ എന്ന നിലയിലേക്ക് നേരത്തെ പ്രതിപക്ഷ പാർട്ടികൾ ആരോപിച്ചതുപോലെ ആരുടെ ഒരു താല്പര്യത്തിന് ഹെഡ്ഗേവാറിന്റെ പേര് കൂടി ഉപയോഗിക്കുകയായിരുന്നോ? എന്തായിരുന്നു ആ നീക്കം അങ്ങനെയെങ്കിൽ ശങ്കുട്ടി ദാസ്? നമസ്കാരം, ഞാൻ തുടങ്ങട്ടെ. നോക്കൂ, യാതൊരു അടിസ്ഥാനമില്ലാതെ വളരെ അവ്യക്തമായിട്ടുള്ള ഒരു പരാമർശം അങ്ങ് നടത്തിയിട്ട് അതിനോട് ഞാൻ പ്രതികരിക്കണമെന്ന് പറഞ്ഞാൽ ശരിയല്ല. കഷ്ടപ്പെട്ടോക്ക് വെറുതായല്ലോ. ബി ജെ പിക്കുള്ളിൽ ആ കാര്യത്തിൽ രണ്ട് അഭിപ്രായം ഉണ്ടെന്ന് അങ്ങയുടെ ആരോപണമാണ്. അങ്ങ് അത് സ്ഥാപിക്കേണ്ടതുണ്ട്. ബി ജെ പിക്കുള്ളിൽ ആരാണ് അതിനെതിരെ എതിരഭിപ്രായം പറഞ്ഞിട്ടുള്ളത്? ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട നേതാവോ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട കാര്യകർത്താവോ ആരെങ്കിലും അങ്ങനെ ചെയ്തത് ശരിയായില്ല എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് ആരാണ് പറഞ്ഞതെന്ന് അങ്ങ് പറയുകയാണെങ്കിൽ ഞാൻ പ്രതികരിക്കാം. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. തീർച്ചയായും ഈ പറച്ചിലിന്റെ പേരിലാണോ നമ്മൾ ഈ രാഷ്ട്രീയമായിട്ടുള്ള സംഭവവികാസങ്ങളുടെ പരിണാമങ്ങളെ ഒരുപക്ഷെ എല്ലാം പരസ്യ പ്രതികരണങ്ങളിലാണോ ശ്രീ ശങ്കുട്ടിദാസ്? അതിന്റെ ആ പ്ലാറ്റ്ഫോമിലാണോ നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടത്? അല്ല, പരസ്യ പ്രതികരണത്തോടല്ലേ പ്രതികരിക്കാൻ പറ്റുള്ളൂ. പരസ്യ പ്രതികരണത്തോടല്ലേ പ്രതികരിക്കാൻ പറ്റുള്ളൂ. രഹസ്യമായിട്ട് നിങ്ങൾക്ക് മാത്രം വിവരത്തോടെ സാധിക്കില്ലല്ലോ. ഇവിടെ ഒരു പ്രതിഷേധിക്കാമല്ലോ, പ്രതിഷേധിക്കാം, പ്രതിപക്ഷ പാർട്ടികൾക്ക് പ്രതിഷേധിക്കാം. ആ രീതിയിൽ അവർക്ക് അതിനുള്ള അവകാശമുണ്ട്. ജനാധിപത്യപരമായ രീതിയിലാണ് പ്രതിഷേധിക്കാൻ. അല്ല, ഇതിനെതിരെ പ്രതിഷേധിക്കാം. ഇതിനെതിരെ എന്തുകൊണ്ടുള്ള രീതിയിൽ പ്രതിഷേധിക്കാം. ഞാൻ ചോദിക്കട്ടെ? ഞാൻ ചോദിക്കട്ടെ? എനിക്ക് പറയാനുള്ളത് മുഴുവൻ പറഞ്ഞിട്ടേ ഞാൻ നോക്ക്, എന്റെ നാട്, ഞാൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിൽ നിന്നാണ്. മലപ്പുറം ടൗൺ ഹാളിന്റെ പേര് വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി സ്മാരക ടൗൺ ഹാൾ എന്നാണ്. എങ്ങനെയാണ് മലപ്പുറം ടൗൺ ഹാളിൽ എല്ലാ വിഭാഗം ആൾക്കാരും ഒന്നിച്ച് ജീവിക്കുന്ന മലപ്പുറം ടൗൺ ഹാളിൽ മാപ്പിള കലാപത്തിന്റെ നേതാവായിട്ടുള്ള 10,000-കണക്കിന് ഹിന്ദുക്കളെ കൊന്നുതള്ളി എന്ന ആരോപണം നേരിടുന്ന ഒരു വംശീയ കലാപത്തിന്റെ നേതൃത്വം വഹിച്ചു എന്ന് പറയപ്പെടുന്ന ഒരാളുടെ പേര് കൊടുത്തത്? എന്ത് പറ്റിയടാ? അപ്പോൾ ഇവിടെ ഹെഡ്ഗേവാറിന്റെ പേര്, അതും ഒരു CSR ഫണ്ടുമായി ബന്ധപ്പെട്ട് ഒരു നഗരസഭ, BJP ഭരിക്കുന്ന നഗരസഭയിൽ ഇട്ട് കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം? എന്താണ് നിങ്ങൾ ഹാലിളകുന്നത്? എന്താണ് ചോദ്യം? ഒന്ന്, ആ ചോദ്യത്തിൽ തന്നെ അതിനുള്ള ഉത്തരവുണ്ട്. ഉദാഹരണത്തിന് കഴിഞ്ഞ 10 വർഷക്കാലത്തിലധികമായി BJP രാജ്യം ഭരിക്കുന്നു. രാജ്യത്ത് നിരവധി സംസ്ഥാനങ്ങളെ BJP ഭരിക്കുന്നുണ്ട്. ഈ സംസ്ഥാനങ്ങളിലൊക്കെ BJPയുടെ ഭരണകൂടങ്ങൾ ഉദ്ഘാടനം ചെയ്തിട്ടുള്ള നിരവധിയായിട്ടുള്ള കെട്ടിടങ്ങൾ, റോഡുകൾ, പാലങ്ങൾ, വികസന പദ്ധതികൾ, അതല്ലെങ്കിൽ സാമൂഹ്യക്ഷേമ പദ്ധതികൾ, ഇതിൽ ഒന്നിനും തന്നെ ഒരു സ്ഥലത്ത് പോലും ഹെഡ്ഗേവാറിന്റെ പേരിട്ടിട്ടില്ല. ശ്രീ ശങ്കുട്ടിദാസ്, BJP ഭരിക്കുന്ന കഴിഞ്ഞ 2 തവണത്തെയും ആ കാലഘട്ടത്തിലെ സെൻട്രലിലെ വിഭാവനം ചെയ്ത ബൃഹത് പ്രോജക്ട്സ്, അപ്കമിങ് പ്രോജക്ട്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാലും നേരത്തെ ഈ സന്ദീപ് വാര്യർ പറഞ്ഞതുപോലെ ചിലൊരു സംശയം വരുന്നുണ്ട്. RSSന്റെ സമുന്നത നേതാവിന്റെ പേര് ഇങ്ങനെ ഒരു പ്രോജക്റ്റിന് വേണ്ടി ഉണ്ടായിരുന്നോ എന്നൊരു ചോദ്യം. താങ്കൾ ഈ RSSയുടെ പ്രതികരണം ലഭ്യമാണെന്ന് ചോദിച്ചാൽ ഞാൻ നിസ്സഹായനാണ്. ആ പ്രതികരണം, പരസ്യമായ പ്രതികരണം ലഭ്യമാക്കാൻ ഒരു തരവുമില്ല. പക്ഷേ ഈ രീതിയിൽ ആരെങ്കിലും ചിന്തിച്ചു കഴിഞ്ഞാൽ അതിന് പ്രസക്തി ഉണ്ടോ ശ്രീ ശങ്കുട്ടിദാസ്? അല്ല, എനിക്കൊരു കൗതുകം, എന്തിനാണ് ഒരു ചർച്ചയിൽ 2 കോൺഗ്രസ് പ്രതിനിധികൾ ഒരാളെ കൊണ്ട് തികയില്ല എന്ന് വിചാരിച്ചിട്ടാണോ? ഞാൻ പറഞ്ഞില്ലേ അമ്മ, ഇതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന്. അത് 2 ആരെ വെച്ച് ഒന്നാക്കലാണ്. അതായത് കുറച്ച് തീവ്ര BJP വിരോധമുള്ള ഒരു കോൺഗ്രസ് പ്രതിനിധി, കുറച്ച് RSS മൃദുസമീപമുള്ള ഒരു പ്രതിനിധി, അങ്ങനെ 2 ആളെ വെച്ച് ബാലൻസ് ചെയ്യാന്നുള്ളത്. ഉൾപ്പിരിവുകൾക്കൊപ്പം സഞ്ചരിച്ച വ്യക്തി എന്ന് വിചാരിച്ചു. ആണുങ്ങളായാലേ അല്പം സ്വല്പം നാണോ മാനൊക്കെ വേണം. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം മാത്രം മതിയായിരുന്നല്ലോ. എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾ ഈ ചർച്ച എന്ത് തരത്തിലാണ് സംഘടിപ്പിക്കുന്നത്. പിന്നീട് ശ്രീ സന്ദീപ് വാര്യരുടെ വാദങ്ങളൊക്കെ വളരെ കൗതുകകരമായിട്ട് എനിക്ക് തോന്നി. RSSന്റെ ഹെഡ്ഗേവാറിന്റെ പേരിൽ ആകെ പാലക്കാട് നഗരസഭയിൽ ഒരു കെട്ടിടം മാത്രമേ ഉള്ളൂ എന്നൊക്കെ അദ്ദേഹം പറയുമ്പോൾ അങ്ങ് ഗൂഗിളിൽ ഒന്ന് അടിച്ചു നോക്കൂ. എസ്റ്റാബ്ലിഷ്മെന്റ്സ് നെയിംഡ് ആഫ്റ്റർ ഡോക്ടർ ഹെഡ്ഗേവാർ എത്ര ഉണ്ട്? രാജ്യത്തെ എത്രയോ പ്രൗഢമായിട്ടുള്ള സ്ഥാപനങ്ങൾ, ഡോക്ടർ ഹെഡ്ഗേവാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ആൻഡ് റിസർച്ച് അമരാവതിയിലുള്ളത്, അതേപോലെ തന്നെ ഡോക്ടർ ഹെഡ്ഗേവാർ ശിക്ഷൺ പ്രതിഷ്ഠാൻ അഹമ്മദാനഗറിലുള്ളത്, അതേപോലെ തന്നെ ന്യൂഡൽഹിയിലുള്ള ഡോക്ടർ ഹെഡ്ഗേവാർ ആരോഗ്യ സംസ്ഥാൻ ഉള്ളത്, അതേപോലെ തന്നെ ഛത്രപതി സാംഭാജി നഗറിലുള്ള ഡോക്ടർ ഹെഡ്ഗേവാർ ഹോസ്പിറ്റൽ, ചിക്ലി മഹാരാഷ്ട്രയിൽ ഹെഡ്ഗേവാർ ആയുർവേദിക് BAMS കോളേജ്, ഹിമാചൽ പ്രദേശിലുള്ള ഡോക്ടർ കേശവ ബൽറാം ഹെഡ്ഗേവാർ ചെയർ ഹിമാചൽ പ്രദേശ് യൂണിവേഴ്സിറ്റി, അങ്ങനെ എത്രയോ സ്ഥാപനങ്ങൾക്ക് ഉണ്ട്. ഇതൊക്കെ BJP സർക്കാരുകൾ, കോൺഗ്രസിന്റെയോ CPMന്റെയോ സർക്കാരുകളല്ലല്ലോ ഈ പറയുന്നത്. കാണിക്കേണ്ടവരെ കാണിച്ചാ മതി. ആ കാണിക്കണത് ഇങ്ങോട്ട് കാണിക്കാൻ നിന്നാലേ പിന്നെ കാണിക്കണ്ടാവൂല.